രാഷ്ട്രീയത്തിലൂടെ ജ്വലിക്കുന്ന പോരാട്ടങ്ങളുടെ കനൽവഴികൾ താണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ശരിയുടെ പക്ഷം ചേർന്ന് സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും പഠിച്ചും അടുത്തറിഞ്ഞും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജനനായകൻ, നിലമ്പൂരിന്റെ നിൽക്കാത്ത ശബ്ദമായിരുന്ന വികസന നായകൻ, ശക്തനായ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, KPCC ജനറൽ സെക്രട്ടറി, മുൻ നഗരസഭാ ചെയർമാൻ, സംസ്കാര സാഹിതി മുൻ ചെയർമാൻ, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട പാഠം ഒന്ന വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്കപ്പുറം എന്നീ മനോഹരങ്ങളായ ചലച്ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും നിർമ്മാതാവും ജീവകാരുണ്യ പ്രവർത്തകൻ, നിങ്ങളുടെ മനസ്സുകളെ തൊട്ടറിഞ്ഞ ജനനായകൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി അവതരിപ്പിക്കുന്ന ഒരു അടാർ രാഷ്ട്രീയ ഗാഥ. മുട്ടംപണി 2.0 രണ്ടാം ഘട്ടവും ജനങ്ങൾക്കുമേൽ മുട്ടൻ പണി ഇനി തുടരില്ല. കേരള ഭരണല്ലോ, കേന്ദ്ര ഭരണല്ലോ, ഈ നാട് മുടിഞ്ഞല്ലോ. രചന സംവിധാനം പ്രസാദ് കരുനാഗപ്പള്ളി, ഷിഹാദ് കരുനാഗപ്പള്ളി. റെക്കോർഡിംഗ് ശ്രീരാജ് ഡിജിറ്റൽ കരുനാഗപ്പള്ളി. റെക്കോർഡിസ്റ്റ് രാജൻ ശ്രീരാം. നിർമ്മാണം CR മഹേഷ് MN. അവതരണം സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിഗ് ജോബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹോഷ്മമായ സ്വാഗതം. മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതയാത്രയിൽ വീട് കിട്ടുന്ന ഇടവേളകളെ ആനന്ദകരമാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഇവിടെ സാമൂഹിക, രാഷ്ട്രീയ, കായിക പ്രാധാന്യമുള്ള വസ്തുതകളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, മലയാളത്തിന്റെ നടന നൈപുണ്യം ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഡോക്ടർ ഭരത് മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ കഥയറിയാതെ, ഏകാന്തത താണ്ടി ജയിക്കാനാരോ. The show must go on. ഇനി ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ലാലേട്ടാ, ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കും പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരുമോ? അതിനെന്താ, ആദ്യം ആഗ്രഹം എന്താണെന്ന് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു. ലാലേട്ടന്റെ കറിയും ചിരിയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരു പാട്ട് പാടി തരുമോ? അതിനെന്താ, പാടാലോ. കറുകറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂരി കണ്ണി തേനാണ്, പാട്ടുമൂളും മൈന പെണ്ണാണ്. ലാലേട്ടാ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ എത്തിയതിന്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം? അത് മത്സരിച്ച് കീശ വീർപ്പിച്ചാർത്തി കൊണ്ട് ദൂർത്തടിച്ച് പണക്കൊഴുപ്പിൽ മതിമറന്ന് നിലമറന്ന് വഴിമറന്ന് മുന്നേറുന്ന കുറവുകൾ ഏറ്റവും കൂടുതലുള്ള ഭരണ പാർട്ടിയുടെയും ജാതിമത സമവാക്യങ്ങളുടെ മറവിൽ മതാധിപത്യം പ്രചരിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന വിശ്വാസ സംരക്ഷണത്തിന്റെ മൊത്തക്കച്ചവടക്കാരുടെയും പൊയ്മുഖങ്ങൾ പൊളിച്ചെടുക്കി നാടോടുമ്പോൾ നടുവയോടാതെ നാടിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ആര്യാടൻ ഷൗക്കത്തെന്ന ജനനായകനെ അങ്ങത്തേക്ക് നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ആവശ്യങ്ങളുടെ ആവേശങ്ങൾ അലയടിപ്പിച്ച് അവയൊക്കെയും നേടിയെടുക്കാൻ കരുത്തുള്ള ഒരു കർമ്മയോഗിയെ നിങ്ങൾക്ക് നൽകാനാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം. ജനങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഇരുകാലി മാടുകളാണെന്ന് മുദ്രകുത്തുന്ന ഭരണ നേതാക്കന്മാർക്കുള്ള കഷ്ടകാലത്തിന്റെ വിചാരണ നിങ്ങളുടെ മനസാക്ഷി കോടതിയുടെ അന്തിമ വിധി വോട്ടുകളാക്കി നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? യെസ്, അതാകണം ഇവിടുത്തെ വോട്ടർമാർ. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, നമ്മുടെ ചിഹ്നം കൈപ്പത്തി. പിന്നെ മറ്റൊരു കാര്യം, ബിഗ് ജോബ്സിനിടയിൽ പരസ്യങ്ങളില്ല, പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. അതിനായി എന്നോടൊപ്പം ഒരു ചാക്യാര് കൂടിയുണ്ട്. ചാക്യാരോ? അതെ,
ഒരു കാലത്ത് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ രാജസദസ്സുകളിൽ രാജാവിനെയും മറ്റധികാരികളെയും ഒരുപോലെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു കലാരൂപം മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് ചാക്യാർകൂത്ത്. അപ്പൊ നമുക്ക് നമ്മുടെ ചാക്യാരെ സ്വാഗതം ചെയ്യാം, അല്ലെ? ചാക്യാർക്ക് ബിഗ് ജോബ്സിലേക്ക് സ്വാഗതം. ഹായ്, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർക്കും ഈ ചാക്യാരുടെ വക വലിയ 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 ഒരു നമസ്കാരം. ഡൺ 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 ഡൺ. അല്ല, എന്തൊക്കെയാണ് ചാക്യാരെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെയും അനീതികളെയും ഉള്ളരുതായ്മകളെയും കള്ളത്തരങ്ങളെയും ഉള്ളത്തരങ്ങളെയും കുതികാലുവെപ്പുകളെയും തട്ടിപ്പു വെട്ടിപ്പുകളെയും അവരുടെ ഫ്രീക്കന്റ് ഭാഷയിൽ പറഞ്ഞാൽ തേപ്പുകൾക്കുമെതിരെ ഇവിടെയും എപ്പോഴും നേരോട് നിർഭയം വിളിച്ചങ്ങോട്ട് പറയാൻ ചങ്കുറപ്പുള്ള ഒരാളാണ് ചാക്യാരെന്ന് സാരം. മനസ്സിലായോ? മനസ്സിലായി. അതായത് ചാക്യാർ വേറെ ലെവല. ഇനി ചെറിയ കളിയല്ല, വലിയ കളികൾ മാത്രമൊന്നും സാധ്യത. എങ്കിൽ ഈ ബിഗ് ജോബ്സിൽ ചാക്യാരുടെ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ പരുതിക്കൊണ്ടേയിരിക്കും, ജനങ്ങളുടെ ശബ്ദമായി. അപ്പോൾ ഞാനും കൂടെയുണ്ട് ചാക്യാരൻ. ഈ കാന്തല്ലേ കാന്തം, കാന്തത്തിലൊരു വലയുണ്ട്. എന്താത്? കാന്തിക വലയം. ആ കാന്തിക വലയത്തിനുള്ളില് ഇരുമ്പും തുരുമ്പും ഒക്കെ ചാടി അങ്ങോട്ട് പിടിക്കണ പോലെ ഈ സ്വപ്നകാന്തിക ലോഹത്തെ ചുറ്റിയടിച്ച ഇടത്തിലെ ചില പാഴ്വസ്തുക്കളെ പറ്റിപ്പിടിച്ച അങ്ങനെ നാറിയിരിക്കുകയാണ്. ഒരു പുരുഷന്റെ വിജയത്തിന് വേണ്ടില്ല ഒരു നാരി ഉണ്ടാവുന്ന ആളത്രേ പറയണത്. പക്ഷേ ഒരു നാരി കാരണം ഇത്രയും പുരുഷന്മാരെന്നറിയ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഒരു സ്വർണ്ണ തത്തേനെ കിട്ടിയപ്പോ ഈ വിദ്വാന്മാർ എന്താ കാട്ടിക്കൂട്ടിയത്? ആ തത്തയെ കൊണ്ട് ഭരണശിലാ കേന്ദ്രത്തിലെ കുറെ ചീട്ടുകൾ കൊത്തി ഇങ്ങെടുപ്പിച്ചു. എന്നിട്ട് എന്താപ്പ ഉണ്ടായേ? സകല എണ്ണത്തിലെ ചീട്ടുകളില്ലേ? കഥയാ മാമ, കഥയാ മാമ. ഞാൻ കഥയെങ്കിലും പറയാം. ഈ അടുത്ത കാലത്ത് പുതിയൊരു കേരളം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മുഖ്യനും സകല മന്ത്രിമാരും ചേർന്ന് ഒരു യാത്ര പുറപ്പെട്ടിരുന്നു. എന്താ അതിന്റെ പേര്? തന്നെ നവകേരള യാത്ര. പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ നവകേരള സുഖവാസ ഉല്ലാസ ധൂർത്ത് യാത്ര. അതായത് ലോകത്തിന് മുന്നിൽ ജനാധിപത്യത്തിന്റെ മഹനീയ മാതൃക കേരളം ഉയർത്തുമെന്ന അവകാശവാദവും പറഞ്ഞാണത്രേ ഈ ഉല്ലാസ യാത്ര നടത്തിയത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്. എന്താത്? മാസങ്ങളായി വൻതുക പെൻഷൻ ലഭിക്കാതെയും വിലക്കയറ്റവും മൂലം ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഈ കാലയളവില് കേരളം കാണാൻ ഇങ്ങനൊരു മുഖ്യന്റെ നവകേരള സുഖവാസയാത്ര, അതും ആഡംബര ഹൈടെക് വാഹനത്തില്. അവസാനമോ കോടികളാ ഖജനാവിന് കാലി. ഈ പ്രളയത്തിനും കൊറോണയ്ക്കുമിടയിൽ മുണ്ടുമുറുക്കിയെടുത്ത് ചെലവ് ചുരുക്കണമെന്ന് കേരളത്തോട് ഉത്ബോധനം ചെയ്ത ഗോദണ്ഡ പാദണ്ഡ റെഡി. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, പിൻവാതിൽ നിയമനത്തിലൂടെ നേരത്തെ അങ്ങോട്ട് കയറ്റിവിട്ടവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചതാണോ ഈ ദുട്ട് പണം മണ്ണി? അതെങ്ങനെയാണെന്ന് നോം പറയാം. ഇത് കള്ളുകുടിച്ചവനും ലോട്ടറി എടുത്തവനും പെട്രോൾ അടിച്ചവനും ഞാനും തേങ്ങി നിൽക്കുന്ന ജനങ്ങളും നിങ്ങളുടെ വാക്ക് കേട്ട് മുണ്ടങ്ങട് മുറുക്കി കൊടുത്ത ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അങ്ങോട്ട് വാങ്ങിയപ്പോൾ നികുതിയായി പിടിച്ചു വാങ്ങിയ ചോര നീരാക്കിയ പണല്ലേ ഇവിടെ. തവണ എങ്ങനെയോ പെട്ട ഭാഗ്യത്തിൽ ജയിച്ച ഒരു വിദ്വാൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഉണ്ടായേ? മറുകണ്ഠൻ ചാടി, വീണ്ടും ചാടി. ഇപ്പോൾ അധികാരമോഹം തീരെ ഇല്ലാണ്ട് ആരും അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോ വീണ്ടും എത്തിയിരിക്കുക. എന്തിനാ? ഒരു ചക്ക വീണ് മുയല് ചത്തുവെന്ന് കരുതി എപ്പോഴും ചക്ക വീണ് മുയല് ചാവൂന്ന് കരുതിയ ആദിവാസത്വം ഇവിടെ ഇനി നടക്കില്ല. ഈ ബിരുദന്മാരുടെ കഥകള് ഞാൻ ഇവിടെ നിന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് രസിക്കും. പക്ഷേ അതിനേക്കാൾ രസിക്കും അതങ്ങോട്ട് നേരിട്ട് കണ്ടാല്. അതെന്താ വഴി? ഉണ്ടല്ലോ, വഴിയുണ്ട്. എന്താത്? അവര് ഈ ബിഗ് ജോബ്സിനുള്ളിലുണ്ട്. അപ്പോ അവരെ അങ്ങോട്ട് കാണാനായിട്ട് നിങ്ങൾ റെഡിയാവുക. നോം ഇവിടൊക്കെ തന്നെ ഉണ്ടാവും, ഒരു ക്യാമറ കണ്ണായിട്ട്. റൺ ഡൺ 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 ഡൺ.
ആയി. അപ്പൊ നമ്മുടെ ചാക്യാർ പറഞ്ഞ പല കാര്യങ്ങളും കൊള്ളേണ്ട പലർക്കും കൊള്ളേണ്ട പോലെ കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ടാകും അല്ലേ? ഒരുമിച്ച് നിൽക്കുന്നവർ, ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ, തുടർന്നുള്ള മത്സരങ്ങളിൽ അവർ എതിരാളികളായി മാറിയേക്കാം. ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറി അവസാനം ഒരാൾ മാത്രം കളിക്കുന്ന കളി ബിഗ് ജോബ്സ്. കളിയിൽ വാശിയുടെ തന്ത്രങ്ങൾ നനഞ്ഞ് പരസ്പരം താരവെച്ചും കലഹിച്ചും തമ്മിൽ തല്ലിയും ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ നിങ്ങളെ ഞാൻ ബിഗ് ജോബ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ഇനി നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? റെഡി 1 2 3. ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ചു കൊന്നു, ഒരുത്തനെ കുത്തിക്കൊന്നു. അയ്യോ, എന്റെ വായിന്ന് ഇതേ വരുത്തോളൂ. പണ്ടൊരു കല്യാണ വീട്ടിലെ പാചകപ്പുരയുടെ ടാർപ്പാൻ എടുത്തത് ഞാനിതൊന്നു പറഞ്ഞത് ഏതോ ഒരു വായി നോക്കി ഒളിക്യാമറയെ പിടിച്ച് എന്നെ ഒന്ന് വൈറലാക്കി എന്റെ വയറ്റ തനിച്ചു എന്ന് പറയാം. അയ്യോ, എന്റെ ലാൽ ജോസേ, ബിഗ് ജോസേ, എന്റെ ലാലേ, ഈ ക്യാമറയൊക്കെ ഇവിടെ എവിടെയൊക്കെയാ വെച്ചിരിക്കുന്നത്? ക്യാമറയൊക്കെ എനിക്ക് പേടിയാ. എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണം ബിഗ് ജോസ്, സ്വസ്ഥത. അത് നടക്കില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചത്. പട്ട് ഇയാളെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. ദാ വരുന്നു, ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അപ്പൊ ആ അച്ഛന്മാമയുടെ കയ്യിൽ നിന്ന് കസേരയും പിടിച്ചു പറിച്ചിരുന്ന് കുറെ വർഷങ്ങളായി എല്ലാവരെയും എല്ലാ വിധത്തിലും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കേരള നവോത്ഥാനത്തിന്റെ പുതിയ ശില്പി. ആഗ്രഹം കൊള്ളാം, പക്ഷെ അത്യാഗ്രഹം ആപത്താണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തന്റെ ഈ അത്യാർത്തി. ഹലോ സ്വപ്ന സഞ്ചാരി, ഇറങ്ങാറായി പിറങ്ങാറായി. ഈ കുരുത്തവൻ വെയിലത്ത് പാടില്ല, കൊക്കത്ര കുളങ്ങ. അത് ശരിയാ, എല്ലാം കുളമാക്കി ഒരു കൊക്കിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇടോ, തനിക്കറിയില്ലേ എന്നെപ്പറ്റി നമ്മുടെ സൈബർ തൊഴിലാളികൾ പറയുന്നത്? താൻ കേട്ടിട്ടില്ലേ? ഞാൻ ഇരട്ടച്ചങ്കനാണെന്ന്. ഇരട്ടച്ചങ്കൻ. അത് ശരിയാ, ഇരട്ടത്താപ്പൻ. ആണെന്ന് പോലും അതറിയണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ജിയോഗ്രഫി പഠിക്കണം. ഇതെല്ലാം പഠിക്കണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകണം. അത് ശരിയാ. അങ്ങനെ താൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഠിപ്പിച്ച് ഒടുവിൽ എന്നെ ആയി. ഇപ്പൊ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം ചേർന്ന് തന്നെ ഒരു പാഠം പഠിപ്പിക്കും. പഠിപ്പിച്ചിരിക്കും. എടോ, താൻ കൂടുതൽ വിളിച്ചെടുത്താൽ ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും പുറത്തു വരാണ്ടിരിക്കുന്ന മുഴുവൻ കേസിലും ഞങ്ങളോടൊപ്പം തന്നെയും കൊടുക്കും. ഹലോ, 10-66 വർഷമായി ബെൻസേ, അല്ല പിണറായിസേ, ഞാൻ രാഷ്ട്രീയത്തില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചേറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഈ കെണിയാശാന് ഒരു സിഗരറ്റുമില്ലടോ. വരുന്ന തെരഞ്ഞെടുപ്പില് താൻ തോറ്റു തുപ്പിയിട്ട് മെഡലുമായിട്ട് വരുമ്പോ ഈ കേണിക്കാട് പഴയ കേണിക്കാട് തന്നെയാ. താൻ ആരായി പേടിപ്പിക്കുന്നത്? എന്നെയോ? തന്നെ കാണാൻ ഈ കെണിയാശാൻ ഇവിടെ വന്നിട്ടുണ്ട്. തന്റെ മുമ്പിൽ ഇങ്ങനെ കെണിയാശാൻ നിൽക്കുന്നുണ്ട്. താൻ ഈ കെണിയാശാന് ഇനിയും അറിയാനുണ്ട്. കാണാം. എങ്കിൽ കാണാം. എന്താ 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 പ്രശ്നം? അയ്യോ, ഒന്നും പറയണ്ട. എന്റെ ലാൽ ജോസെ, എന്റെ ബിഗ് ജോസെ, എന്നെ ഈ കൊള്ള സംഘത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരാമോ? എന്താ എന്താ കെണിയാശാനേത്? ഈ ബിഗ് ജോബ്സിന് അതിന്റേതായ ചില റൂൾസ്. അയ്യോ, അതെ. അത്രയേ ഉള്ളൂ. അതിനെ പറ്റിയ 2 മുതലുകളെ ഞാനിവിടെ എത്തിച്ചേരാം. താങ്ക്സ് അലോട്ട്. ഇനി ബിഗ് ജോബ്സിൽ ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ഷോ മസ്റ്റ് ഗോ ഓൺ.
എന്തൊരു തലവേദനയായത്? ആ തലവേദന ഞാനല്ല, ഇപ്പോഴത്തെ തന്റെ തലവേദന വീണ വിജയന. അതിന് ഞാനെപ്പോഴാണ് വീണത്? താനിനി വീഴാൻ പോണതല്ലേ ഉള്ളൂ. തന്നെ വീഴ്ത്താൻ ദേ വരുന്നു മാസപ്പടി വീണയും കൂട്ടാളി അറിയാസും. അല്ല പിന്നെ வீட்டுக்கு வீட்டுக்கு வாசப்படி வேணும், அட வீட்டுக்கு வீட்டுக்கு வாசப்படி வேணும். ஆ, ஆ. അയ്യോ മാസപ്പടിയല്ല, മാസപ്പടി. ആഹാ കൊള്ളാം. എന്തിനാ വെച്ചേ നീ അസിയമാറുകാരുടെ ഇന്ന് മാസപ്പടി വാങ്ങിയത്? അതുകൊണ്ടല്ലേ ആദായ വകുപ്പുകാരെല്ലാം കൂടെ നമുക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നത്. ഇനി എന്താവോ ഉണ്ടോ? എന്താന്നറിയില്ല, കൈയിട്ട് വാങ്ങിയ പണം എത്ര വീട്ടിലുണ്ടെങ്കിലും പണം കാണുമ്പോ വീണ്ടും വീണ്ടും ഒരു ആർത്തിയാ. ആ 10 ഗുണം 10 ഗുണം. എന്റെ പൊന്നു കെണിയാശാനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മാസപ്പടി നമുക്ക് വേണ്ടാന്ന്. എന്നാ പിന്നെ ഈ മാസപ്പടി മാറ്റി വർഷപ്പടിയാക്കണം. അപ്പൊ 12 മാസത്തെ ഒരുമിച്ചിക്ക് പോരുമല്ലോ. ചക്കിക്കൊത്ത ചങ്കര. അതുകൊണ്ടെന്താ ഇപ്പൊ ഭരണവും സർക്കാരും ആകെപ്പാട് നാശക്കൊടായി. ഡോളർ കള്ളക്കടത്തും മറ്റ് അഴിമതി കഥകളും മറ്റു പ്രശ്നങ്ങളുമെല്ലാം ഒരു കണക്കിൽ ഒത്തു വന്നപ്പോഴാ നിങ്ങളുടെ ഈ കൊടുക്കാത്ത മാസപ്പടി എല്ലാം തന്ത്രപരമായി ചെയ്യാമെന്ന് വെച്ചിട്ട് നശിപ്പിച്ച് എന്ന് നാശിച്ചു. എന്നിട്ട് രണ്ടുപേരും കൂടെ നിന്ന് ന്യായം പറയുന്നു. കണ്ടുപോകരുതല്ലേ എന്റെ കൺവെട്ടത്ത്. ഇനി നമ്മളെത്തി. അയ്യോ ഇനി ഒന്നും ചെയ്യണ്ട, ഒരു ചുക്കും ചെയ്യാനുമില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ അത് നോക്കി അങ്ങ് ചെയ്തോളൂ. അത് ശരി, ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന വമ്പൻ തോൽവി ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഉദ്ദേശം. മലയാളിയുടെ അടുക്കള കാലിയാക്കിയ ഭരണം, ഉപ്പും തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് തീവല, സപ്ലൈകോയിലോ അവശ്യ സാധനങ്ങളില്ല. അത് പറഞ്ഞാലോ നടപടി വരും. ഇതൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന വീട്ടമ്മമാർ മറക്കുമോ? ഉടുപ്പിച്ചു കൊള്ളുന്ന മദ്യനയം, നിസാര പൈസയ്ക്കുണ്ടാക്കുന്ന ഈ സാധനം എത്ര രൂപയ്ക്കാണ് ഈ മണ്ടന്മാർക്ക് നമ്മൾ കൊടുക്കുന്നത്? നാടിനീള മദ്യഷാപ്പുകൾക്കും ബാറുകൾക്കും അനുമതി കൊടുത്ത് നാട്ടിലെ ജനങ്ങളെ കുടിപ്പിച്ചു കൊള്ളുകയാണ് നമ്മുടെ സർക്കാർ. കഞ്ചാവും മയക്കുമരുന്നും രാസലഹരിയും, അങ്ങനെ മൊത്തത്തിൽ ഒരു ലഹരിയുടെ കൂത്തരങ്ങായി കേരളം മാറിയിരിക്കുന്നു. അതെങ്ങനെയാണ് ഇവിടുത്തെ വീട്ടമ്മമാര് സഹിക്കുക? സർക്കാർ ഏജൻസികൾക്ക് മാത്രം കരിമണൽ ഖനനം ചെയ്യാവൂ എന്നിരിക്കെ അത് CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് കരാർ കൊടുത്ത് കോടികൾ മുക്കിയത്. നിങ്ങൾ കോടികൾ മുക്കിയത് ഞാനാരോടും പറയില്ല. കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ചുക്കും ചെയ്തിട്ടില്ല. റബ്ബർ വില സ്ഥിരതാ ഫണ്ടില്ല, പച്ചത്തേങ്ങ സംഭരണം നിർത്തി, നെല്ലിന് ആനുകൂല്യങ്ങളില്ല, സംഭരിച്ച നെല്ലിന്റെ വില നിർത്തി. കർഷകരെ ഇത്രയും ദ്രോഹിച്ച ഈ സർക്കാരിന് ഏതെങ്കിലും ഒരു കർഷകൻ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഈ സർക്കാർ PSCയെ മറികടന്ന് CPMകാർക്ക് മാത്രം സർക്കാർ പൊതുമേഖലാ ജോലികൾ നൽകി. ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾ മറക്കുമോ? ആശാവർക്കർമാർ നമ്മുടെ ഭാവി തലമുറയെ പരിപാലിച്ച് വാർത്തെടുക്കുന്നവരാണ്. അവരുടെ നിസ്സാരമായ ആവശ്യം നമ്മൾ ഇതുവരെ നിറവേറ്റിയിട്ടില്ല. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്നും ആശാവർക്കർമാർക്ക് അധിക വരുമാനം നൽകാമെന്ന് തീരുമാനിച്ചിട്ടും നമ്മൾ ഔദ്യോഗികമായി അംഗീകാരം നൽകിയില്ല. അവരുടെ ഒരു വോട്ടും ഈ ഇലക്ഷനിൽ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ. ക്യാമറയുടെ മറവിൽ കോടികൾ മുക്കിയതിന്റെ കഥ എന്നെ കൊണ്ട് വിളപ്പിക്കുന്നേ. ആഹാ ഇതൊക്കെ ചേർന്ന് ഒന്നാമനുല്ലാസ യാത്ര പോയപ്പോ ഒരു കരവ വണ്ടി, 2 ഹെലികോപ്റ്റർ, 3 കിയ വണ്ടി. തന്റെ മേക്കൂത്ത് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷൻ കൊടുക്കാതെ നിവൃത്തിയില്ലാത്ത വിധം ഖജനാവ് കാലിയൊക്കെ ഈ യാത്ര ഒരു 1.5 യാത്രയായിപ്പോയി. നിസാര സംഭവമല്ല, മാറിപ്പോയി. സത്യത്തിൽ സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമായിരുന്നു ഈ സുഖവാസ യാത്രയെന്ന് ഞാനും ആരോടും പറയില്ല. എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നു. അല്ല, എനിക്കൊരു സംശയം. ഈ ഭ്രാന്ത് ഒരാൾക്ക് 2 വട്ടം പിടിക്കുമോ? ഇവിടെ ജനാധിപത്യം അല്ലല്ലോ നടക്കുന്നത്.
ഇവിടെ സ്വേച്ഛാധിപത്യമല്ലേ, സ്വേച്ഛാധിപത്യം. അത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. കേരളത്തിലെ കുറ്റവാളികളെയും അക്രമികളെയും ഗുണ്ടകളെയും സംരക്ഷിക്കുന്നത് നമ്മുടെ പാർട്ടിക്കാരാണെന്നത് രഹസ്യമായ പരസ്യമാണ്. അല്ല, നമ്മുടെ ഗുണ്ടകൾക്ക് വേണ്ടേ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ. ഇന്നത്തെ ഗുണ്ടകളാണ് നാളത്തെ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും. ദേ നിൽക്കുന്നു ഊരിപ്പിടിച്ച വാളുമായി ഒരു പ്രത്യേക ആക്ഷനിട്ട് കിടക്കുന്നയാൾ ഇപ്പോ മുഖ്യനല്ലേ. ആ മിന്നൽ വന്നാൽ ഇടി വരും. ഇടി വന്നാലോ ആഹാ അല്ല പിന്നെ ഇനിയും വരും ഇടയ്ക്കിടയ്ക്ക് ഇടി. നീ പേടിക്കണ്ട. ലാവലിംഗ് കേസിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ഈസിയായി ഊരിപ്പോന്ന ആളല്ലേ ഈ നിൽക്കുന്ന നിന്റെ ഡാഡിഗിരിജ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും ചേരുത്. മത്ത കുത്തിയാ കൊമ്പളം മുളയ്ക്കുവോ? ഇല്ലല്ലോ. ഇനി അഴിമതി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് മുഖ്യന്റെ മോടെ ഫോട്ടോകളെ. അത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കറക്റ്റ്. താൻ ഒറ്റ ഒരുത്തം കാണിക്കുന്ന സംഭവങ്ങളാ ഇതൊക്കെ. ഇതൊന്നും പോരാഞ്ഞ് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടുത്തെ ജനങ്ങള് മൊത്തം നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാൻ അതിന്റെ കാര്യം ഓർത്തത് തന്നെ. അയ്യോ, ഇവിടെ നിന്നാ ശരിയാകില്ല. വല്ല ആനയോ പുലിയോ കടുവയോ അത് തിന്നുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്റെ ബിക്കോ ലാൽ സലാം, എന്റെ ലാലേ സലാം. ബിഗ് ജോബ്സിൽ വന്നപ്പോഴേ കെണിയാശാരോട് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ ഒന്നും ചാടിപ്പോകാൻ കഴിയില്ല. ബിഗ് ജോബ്സിന് അതിന്റേതായ ചട്ടക്കൂടുകളുണ്ട്, നിയമസംഹിതകളുണ്ട്. അപ്പോൾ കെണിയാശാന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പേടിക്കേണ്ട ആശാൻ, നിങ്ങളെ രക്ഷിക്കാൻ, കാട്ടുമൃഗങ്ങളെ വിറപ്പിച്ച് നാടിനെ സംരക്ഷിക്കാൻ ധീരനും ധീരനും കരുത്തനുമായ ഒരാളെ, അതിനു പറ്റിയ ഒരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കാം. ഇതാരായത്? വെൽക്കം വെൽക്കം. ആരെയാണ് വെടിവെക്കേണ്ടത്? ഈ നിൽക്കുന്ന ഒറ്റക്കൊമ്പന് അതോ ഇരട്ടക്കൊമ്പന്മാര്? അയ്യോ, അതോ ഈ പിടിയാന്? നിലമ്പൂരിലെ ഈ ഇലക്ഷൻ എടുത്തപ്പോ കാട്ടുമൃഗ സംരക്ഷണത്തിന്റെ ഒരു നിവേദനവുമായി കേന്ദ്രത്തിലേക്ക് പോയി അല്ലേ? ആ മയക്കോടി ഇവിടെ ഏക്കില്ല സാറന്മാരെ, ഏക്കില്ല. സങ്കടമാണ് സാറേ, സങ്കടം. വയറ്റിപ്പിഴപ്പിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബത്തിന്റെ അത്താണിയായവരെയാണ് സാറേ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുന്നത്. ഒരു ദിവസം ഒരു വന്യജീവി ആക്രമണമുണ്ടായ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഒരു വാർത്ത, അതിനപ്പുറത്തേക്ക് ആ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നെന്നോ അവരുടെ കുടുംബങ്ങൾ എങ്ങനെ കഴിയുന്നെന്നോ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ സാറന്മാരെ? എത്ര വീട്ടമ്മമാരെയാണ് സാറേ ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾ കടിച്ചു കയറി കൊന്നത്? ജീവിത ദുരന്തത്തിൽ നിന്നൊന്ന് കരകയറാൻ പാട്ടത്തിനെടുത്ത തോട്ടത്തിൽ നിന്നും ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ ചാടി വീണ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി കടിച്ചു കയറി കൊന്നത് മറക്കാൻ പറ്റുമോ? കാട്ടുപോത്തും കാട്ടുപന്നിയും ആനയും പുലിയും കടുവയും മറ്റു വന്യജീവികളും കാട്ടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നാട്ടിലാണ് സാറേ. വന്യമൃഗശല്യം ഒരു തീരാ ദുരിതമാണ് സാറേ ഞങ്ങൾ നിലമ്പൂരുകാർക്ക്. കൃഷിയിടങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിച്ച് നാടുവിടുകയാണ്. പാവങ്ങൾ അന്നത്തിനു വേണ്ടി ആശ്രയിക്കുന്ന വളർത്തുമൃഗങ്ങളെ കാട്ടുമൃഗങ്ങൾ കൊന്നു തള്ളുന്നു. ഈ 2025 മാത്രം വന്യജീവി ആക്രമണത്തിൽ 27 മരണങ്ങൾ, അതിൽ തന്നെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 19 ജീവനുകളാണ് സാറേ. നാടിനെ കാടായും നാടിനെ നാടായും കണ്ട് സംരക്ഷിക്കാൻ നിങ്ങൾ പൂർണ്ണമായും പരാജയമാണ് സാറേ, പരാജയം. ഈ കാട് ഞാൻ സംരക്ഷിക്കും, പക്ഷേ നാട് സംരക്ഷിക്കാൻ നിങ്ങളെ കൊള്ളില്ല സാറന്മാരെ, നിങ്ങളിനി തുടരില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ബിഗ് ജോബ്സിൽ എലിമിനേഷൻ. ഇതെല്ലാം കണ്ടും കേട്ടുമെന്ന് എനിക്കിനി ഒറ്റ തീരുമാനമേ ഉള്ളൂ.
ഹീനമായ ദുർഭരണം കൊടികുത്തി വാഴുന്ന നിങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിന് അറുതി വരുത്തി നമ്മുടെ കൊച്ചു കേരളത്തെയും ജനങ്ങളെയും മോചിപ്പിച്ച് സാമൂഹിക നീതിയുടെ വെള്ളി വെളിച്ചം പകരാൻ നിങ്ങളെയും കൂട്ടാളികളെയും ഞാൻ കൂട്ടത്തോടെ എലിമിനേറ്റ് ചെയ്യുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾ എന്നെയും എന്റെ പാർട്ടിയെയും എലിമിനേറ്റ് ചെയ്യില്ല. എനിക്ക് എന്താണ് നിങ്ങളുടെ തീരുമാനം? തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? പുറത്ത്. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. ഇനി നമുക്ക് നമ്മുടെ വാചകത്തിന്റെ ആളെന്ന് വിളിച്ചാലോ? നമ്മുടെ ചാക്യാര് വിളിക്കല്ലേ? നമ്മുടെ സ്വന്തം ചാക്യാർ. വീണ്ടും സ്വാഗതം. എല്ലാവരും ശങ്കിക്കുന്നുണ്ടാവും, ഈ ചാക്യാരെന്താ പതിവില്ലാണ്ട് ഈ ലോകകപ്പ് മത്സരങ്ങളിലും മറ്റും അല്പവസ്ത്രധാരികളായ ചിയർ ഗേൾസുകളൊക്കെ ആടിത്തിമിർക്കണ മ്യൂസിക്കില് ഇങ്ങനെ എത്തിയതെന്ന് ശങ്കിക്കണ്ട. അതിന് ചാക്യാർക്ക് ഒരു മറുപടി ഉണ്ട്. എന്താ അത്? സാധാരണ എങ്ങനെയാ ഒരു ചാക്യാർ വേദിയിലേക്ക് വരിക? ഈ കുട്ടികളൊക്കെ വായ കൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാക്കണ പോലെ എങ്ങനെയാ? ആ തന്നെ റണ്ട റണ്ട റണ്ടൻ. ഇപ്പൊ എങ്ങനെയാ ബൈക്കും മറ്റു വണ്ടികളും സ്റ്റാർട്ടാക്കാൻ പറ്റുക? 50 റുപ്പികയിൽ കിടന്ന പെട്രോളിന്റെ വില കുറിച്ച് ഉത്തനയങ്ങളുടെ ഊട്ടി സെഞ്ചുറി അടുപ്പിച്ചില്ലേ? ഇപ്പൊ എന്താ വില? 1 ലിറ്ററിന് ഏതാണ്ട് 110 റുപ്പികയായി. ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. എന്താവാ? ആ പെട്രോൾ പമ്പിലേക്ക് അങ്ങോട്ട് പോവുക, 1 ലിറ്റർ പെട്രോൾ അങ്ങോട്ട് വാങ്ങിക്കുക, എന്നിട്ട് വണ്ടിമേൽ അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് കത്തിച്ചങ്ങോട്ട് കളയുക. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ജനങ്ങളുടെ മനസ്സില്, ജനങ്ങളുടെ ഇടയില് വേരോടാൻ എന്താ കാരണം? തീവ്രമായ ദേശീയത. അത് തന്നെ. ഈ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യവും, ഈ നാട്ടിലെ ഓരോ പൗരനും വ്യക്തിസ്വാതന്ത്ര്യവും നൽകണ മഹത്തായ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, കേന്ദ്രം ഭരിക്കണ. അവരുടെ ഉദ്ദേശം എന്താ? ദൈവത്തിന്റെ സ്വന്തം നാട്ടില് വിദ്വേഷത്തിന്റെ വിത്തെറിഞ്ഞ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തുക, പിന്നെ രാഷ്ട്രീയത്തിലൂടെ കേരളത്തെ അടുത്ത കലാപഭൂമിയാക്കുക എന്ന ദിവാസ്വപ്നം കാണുന്നവര്, ഏകീകൃത സിവിൽ കോഡ് എന്ന ന്യായം പറഞ്ഞ് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമം നടത്തുന്നവര് ഇവിടെ കാട്ടിക്കൂട്ടണേ. അവർക്ക് ജനസേവനല്ല വലുതാ. സീറ്റിന് വേണ്ടി കിടന്ന് ഇപ്പൊ കിടന്ന് അടിപിടി കൂട്ടല്ലേ? ഇനി അതും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ബിഗ് ജോബ്സില് അവരെ നിങ്ങൾ നേരിട്ടവരെ കണ്ടുകൊള്ളുക. നീതിക്കും അക്രമത്തിനുമെതിരെ പോരാടുവാൻ എന്നും ഈ ചാക്യാരുണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും ട്ടോ. മിസോറാമിൽ ഒരു ബാധ ഒഴിപ്പിക്കാൻ ചെന്ന് എല്ലാരും കൂടി ചേർന്ന് അവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് വട്ടിയൂർക്കാവിൽ തട്ടി. അവിടുന്ന് ഓടിത്തള്ളി കാട് കയറി ഈ കുമ്മാട്ടി തിരുപടികൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ചില ബാധകളെ ഒഴിപ്പിക്കാനും ചില ഒഴിയാ ബാധകളെ തളയ്ക്കാനും. ആരുമില്ലേ ഇവിടെ? ഈ മാടമ്പി തറവാട്ടിൽ ആരുമില്ലേ എന്ന്? മാടമ്പി തറവാട്ടിലെത്തിയ കുമ്മാട്ടിച്ചൂടൻ തിരുവടികൾക്ക് കീഴുള്ളവന്റെ നമോവാദം. വട്ടിയൂർക്കാവ് തട്ടിയെടുക്കാൻ നോക്കി പരാജയപ്പെട്ട് സീറ്റിനു വേണ്ടി കിടന്ന് കരിമണി കൂടി ഒടുവിൽ തൃശൂർ ഞാനിങ്ങ് എഴുതുക, ഞാനങ്ങ് കൊണ്ടുപോവുക എന്നൊക്കെ പിച്ചുമ്പയും പറഞ്ഞു നടന്ന അവസാനം വിശ്വാസികളുടെ കണ്ണിൽ പൊടിവാരിയിട്ട് ഇടവന്മാരുമായി ഒത്തുകളിച്ച് സകല ഊടായ്പകളും കാണിച്ച് നാടകം കളിച്ച് പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് സ്ഥാനം നേടിയ പഴയ SSFI പാളയത്തിൽ നിന്ന് സംഘി പാളയത്തിലേക്ക് എത്തിയ താമരക്കുട്ടൻ അത്യാഗ്രഹം തീരെയില്ലാതെ ആഗ്രഹിച്ചതോ ക്യാബിനറ്റ് പദം, അവസാനം കിട്ടിയതോ സഹം, വെറും സഹം, സ്വാഹ.
ചെമ്പുതകനിൽ സ്വർണ്ണക്കിരീടം തീർത്ത് പള്ളിയിൽ സമർപ്പിച്ച് വോട്ടാക്കാൻ ശ്രമിച്ച് ഈ തറവാടിന്റെ യശസ് ഉയർത്തിയ മിസ്റ്റർ മുക്കുവണ്ടം ഗോവി അല്ലേ? വ്യാജവിലാസം കാണിച്ച് പോണ്ടിച്ചേരിയിൽ ആഡംബരവാഹൻ രജിസ്റ്റർ ചെയ്ത് 30 ലക്ഷത്തോളം രൂപ ടാക്സ് വെട്ടിച്ച് മറ്റു പൗരന്മാർക്ക് മാതൃകയായ മഹാൻ അല്ലയോ? കാവട്യം നിറഞ്ഞ നാട്യം നടന വൈഭവമേ, താനിവിടെ കാട്ടിക്കൂട്ടുന്ന സാമൂഹിക സേവനങ്ങളും ഇടപെടലുകളും മനുഷ്യസ്നേഹവും ആരാധനാലയങ്ങൾ സന്ദർശിച്ച് കള്ളക്കിരീടവും ചെങ്കോലും സമർപ്പിക്കുന്നതും യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത കുതന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ മലയാളികൾ വിഡ്ഢികളല്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഭയം കരം തന്നെ. മണിപ്പൂർ കലാപത്തിൽ 2 യുവതികളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നിട്ട് അവരെ നഗ്നരാക്കി നടുറൂരിൽ നടത്തിയ ശേഷം പരസ്യമായി കൊലപ്പെടുത്തിയപ്പോൾ മുഖം തിരിഞ്ഞു നിന്ന കേന്ദ്ര ഭരണ പാർട്ടിയെ പൊക്കിപ്പിടിക്കുന്ന, വോട്ടില്ലാത്തവരെ ആട്ടിപ്പായിക്കുന്ന സ്നേഹത്തിന്റെ കാവട്യം നിറഞ്ഞ നടന വിസ്മയമേ, സൂര്യകാരൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? എന്താ? പുല്ലെന്നും അവസാനം ഷിറ്റെന്നും. ഇതെല്ലാം അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടു, എന്റെ ദിവ്യ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. ഇതൊക്കെ വൈറലല്ലേ? അങ്ങ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? കഴിക്കാൻ എന്തേലും എടുക്കട്ടെ? ലഘുവായിട്ട് എന്തെങ്കിലും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഗോമാതാവിന്റെ ചാണകം കൊണ്ടുണ്ടാക്കിയ ലഡുവുണ്ട്, ഗോമൂത്രം കൊണ്ടുള്ള ശാരദ ഷേക്കുണ്ട്, അതുമല്ലെങ്കിൽ ഗോമാതാവിന്റെ കറന്നെടുത്ത പാലുണ്ട്, അതെടുക്കട്ടെ? വേണ്ട, എനിക്കിതിനു മുമ്പും പശുവും പാല് പണിയിട്ടിട്ട്. അങ്ങേക്ക് എന്താ വേണ്ടേച്ചാ പറഞ്ഞാ മതി. 6 പൊറോട്ടയും ബീഫ് കറി വിത്ത് ബീഫ് ഫ്രൈ എത്തന്നു കൊണ്ടുവരിക. ഈ തറവാട്ടിലുള്ളവർ രഹസ്യമായിട്ടേ കഴിക്കൂ. ധൈര്യമായി കാര്യത്തിലേക്ക് കിടക്കാം. മാടമ്പി തറവാട്ടിലെ പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുന്ന, ശശികലി ടീച്ചറുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന ആ മാനസിക രോഗി എവിടെ? ഇങ്ങോട്ട് കൊണ്ടുവരിക. വിളിക്കാം. ശോഭനവല്ലി, ശോഭനവല്ലി. ഇതാണോ ആ മുതല്? ശോഭനവല്ലി ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ മത്സരിക്കാൻ സീറ്റിന് വേണ്ടി തെണ്ടാൻ പോണ കാര്യം. ശോഭനവല്ലി ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? പോണ്ട. ഞാൻ രാവിലെ കൂടി പറഞ്ഞതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മരമാറ്റം? ശോഭനവല്ലി ഇപ്പൊ പോകണ്ട. അതെന്താ ഞാൻ കൂടെ മത്സരിക്കാൻ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ മത്സരിച്ചാല്? മത്സരിക്കണമെന്ന് പറഞ്ഞില്ലേ? വിടമാട്ടെ, വിടമാട്ടെ. അയോഗ്യ നായെ, ഉനക്ക് എவ்வளவு தைரியம் இருந்தா என் கண் முன்னாடி வந்து நிற்பேன். இன்னைக்கு தெரிஞ்சிருப்பாஷ்டமி உன்னை கொன்னு குஞ்சத்தை குடிச்சு மூக்கார மாறிடுவேன். എന്തൊക്കെ പറഞ്ഞു? മുക്കൊണ്ട് ഗോപിയേട്ടാ പറഞ്ഞേ. നീ ഒന്നും പറഞ്ഞതുമില്ല, ഞാനൊന്നും കേട്ടതുമില്ല. കുമ്മാട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വിഴിഞ്ഞു പോകാനാ പറഞ്ഞത്, വിഴിഞ്ഞു പോകാൻ. നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പ വേണ്ടിപ്പോകരുത്. കുട്ടിക്ക് സ്വീറ്റ് വേണമെന്ന് പറയുന്നത് കേട്ടില്ലേ? കുമ്മാട്ടി തിരുവടികളെ ആ സീറ്റല്ല, മത്സരിക്കാനുള്ള സീറ്റിന്റെ കാര്യമായി കിടന്ന് പുലമ്പുന്നത്. ഓഹോ, ഉന്തീനം ബാധയാ. എന്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. തന്നെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് നേരത്തെ തോന്നി. അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിമാജി പാതലാത്തി പേഷ്യന്റ് അതിവിടുത്തെ ഡോക്കൽ മന്ത്രവാദി തേടിത്തൂറി. ഇവരു കണ്ട് നല്ല പറ്റി. ഇദ്ദേഹത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇന്ത്യയിൽ കാണാൻ കിട്ടില്ല. ദുർമന്ത്രവാദങ്ങൾ നടത്താൻ ലോകരാജ്യങ്ങളിൽ കറങ്ങി സഞ്ചരിച്ച് സഞ്ചാരേന്ദ്ര പട്ടം വരെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ യാത്രയ്ക്ക് ഇത്തിരി കുറവുണ്ട്. ഇവിടെ കേവാ ഓന്തിക്കുട്ട ഓക്കുറോളാകോ. ലോകപ്രശസ്തമായ ഒരുപാട് അബദ്ധങ്ങൾ ഇയാളുടെ പേരിൽ.
തുറമുഖങ്ങളും എയർപോർട്ടുകളും പെട്രോളിയവും കോർപ്പറേറ്റുകൾക്ക് വിറ്റതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ. ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വികസനത്തിനായി എത്തുന്ന ഫണ്ട് ലാഭ്സാക്കുകയും അത് വകമാറ്റി ചിലവഴിക്കുകയും ചെയ്യുന്ന വരേണ്യവർഗത്തിന്റെ താൽപര്യ സംരക്ഷകൻ. മാത്രമല്ല, പൗരന്മാരെ വർഗീയമായി വിഭജിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ പൗരത്വ ഭേദഗതി ബില്ല് വിജ്ഞാപനം ചെയ്ത വിദ്വാൻ. പിന്നെയോ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ പൊരുതിയ ധീരയായ സോഫിയ ഖുറൈഷിയെ വർഗീയവാദിയായി ചിത്രീകരിച്ചിട്ടും കേട്ട ഭാവം ധരിക്കാത്ത മഹാൻ. പ്രശസ്ത മനോരോഗി അവറ്റശാലി ഇദ്ദേഹത്തിന്റെ ചങ്ക് ബ്രോയ. ഇവർ രണ്ടുപേരും ചേർന്ന ഇന്ത്യ ഇപ്പൊ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ ഒത്തുകൂടിയ കർഷകരെ കുടിയൊഴിപ്പിക്കാൻ നോക്കിയിട്ട് ഏറ്റില്ല അല്ലേ? शरीर पर दो आत्मा है, साइकोलॉजिकल डिसऑर्डर है, यानी डुअल पर्सनालिटी. എനിക്ക് നേരത്തെ തോന്നി ഒരു ശരീരത്തിൽ ആത്മാവ്, സ്വന്തം വ്യക്തിത്വം. കളത്തിലിരിക്കാനാ പറഞ്ഞത്. നിന്റെ അച്ഛനാ പറയുന്നത് കളത്തിലിരിക്കാൻ. നിന്നെ തലക്കാമെന്ന് മന്ത്രവാദിയാ പറയുന്നത് കളത്തിലിരിക്കാൻ. तू कौन है? तुम इस शरीर से जोड़कर चले जाओ. नहीं, मैं नहीं जाऊंगा, तुम जाओ. मटी कुटिक हिंदी अर्रिया आने का उद्देश्य क्या है? सीट വേണം. आत्मा शरीर से छोड़कर चले जाओ. ഇല്ല, चले जाओ. ഞാൻ പോകില്ല. ഞാൻ ഉദ്ദേശിച്ച സീറ്റ് കിട്ടാതെ ഞാൻ പോകില്ല. बोली, मैं फुर्क करता हूँ, मैं आखिर बात कहता हूँ, चले जाओ. ये आत्मा छोड़कर चले जाओ, चले जाओ, चले जाओ. नहीं जाएगा. സീറ്റ് കിട്ടാമേ ഇങ്ങനെ എങ്ങനെയും പോകട്ടെ. യൂസ്ലെസ് ടെൽ മീ മോഹിന സുഖു ജിംഡ സീറ്റ്. മലയാളം, തമിഴ്, ഹിന്ദി ഒടുക്കത്തെ ഒരു ബാഹുബലി ഭാഷ. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിക്കുന്നു. സുഖുജി, छोटा वाला भागा नहीं है, एक ब्रह्मांड भागा है. ये नहीं जाएगा, मैं जाता हूँ. അങ്ങനെ പോകാൻ പറ്റില്ല. ഈ ബാധയൊന്നും മാറ്റി തരണം. തന്നെ പറ്റൂ. ആഖിരി ബാർ കത്താവൂ, ചലേ ജാओ. ഞാൻ ഒഴിഞ്ഞു പോകില്ല. ഇല്ല. എന്റെ പ്രധാനമന്ത്രിവാദി, ഇവരെ കൊണ്ട് ഞങ്ങൾ തോറ്റു. ഈ ഒഴിയാബാധ ഒഴിപ്പിക്കാൻ എനിക്കൊരു ഉപായം തോന്നുന്നു. ഒന്നുകിൽ ഇവർക്ക് സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ ആർക്കെങ്കിലും സീറ്റ് കൊടുക്കണം. മില, एक ही उपाय है, एक ही उपाय है. എങ്കിൽ ചെയ്ത് തൊലയ്ക്കാൻ. एक कवर पलट, अंदर से एक पेपर है, निकाल कर पढ़ो. पढ़. വായിക്കണേ. താങ്ക് യു പ്രധാനമന്ത്രി, താങ്ക് യു. എന്താണോ ആ കത്തിന്? അതിങ്ങെടുക്കുക, നാമൊന്ന് വായിക്കട്ടെ. ഓഹോ, ഇവിടെ ശോഭന വലിയൊന്നല്ല. നമ്മുടെ പാർട്ടിയിലെ മറ്റാരുന്നാലും കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യം ഒരു ചാവേറിനെയാ. അങ്ങനെ ഒരാളിനെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു. അയാളിവിടെ മത്സരിക്കുന്നു, 8 നിലയിൽ പൊട്ടുന്നു, പൊട്ടിത്തെറിക്കുന്നു. അപ്പോ നമ്മളും നമ്മുടെ പാർട്ടിയും ചേർന്ന്. അത് കൊള്ളാം. ബുദ്ധി രാക്ഷസൻ. ഞങ്ങൾ അത്രയ്ക്കങ്ങോട്ട് ചിന്തിച്ചില്ല. അങ്ങനെയാണല്ലേ ഈ ഒഴിയാബാധയെ നിങ്ങൾ ഒഴിപ്പിച്ചത്? സന്തോഷമായി, സന്തോഷമായി പ്രധാനമന്ത്രിവാദി, സന്തോഷമായി. संतोष मत करो, हंसना मत करो. इलेक्शन के बाद, रिजल्ट आने के बाद ये बाधा संपूर्ण शक्ति प्राप्त कर वापस आएगा. इलेक्शन रिजल्ट വരുമ്പോ ഈ ബാധ പിന്നെ എവിടെ ശരീരത്തിൽ കൂടുമെന്നോ? उसको ही नहीं, रिजल्ट आने के बाद तोलवी के अनुसार हम सब लोगों को ये आत्मा वापस आएगा. പറയുന്നേ, ഇലക്ഷൻ റിസൾട്ട് വന്ന് വോട്ട് ചിഹ്നം പാടി കഴിയുമ്പോ ഈ ബാധ നമുക്ക് എല്ലാവർക്കും വരുമെന്നോ? ജറൂറായേക. ഈ
നാടിന്റെ പുരോഗതിക്ക് ജനമനസ്സുകളുടെ ഉൾത്തുടിപ്പുകളും ആവേശങ്ങളും ആത്മാവിലേക്ക് ആവാഹിച്ച് അവയിൽ നന്മയുടെയും പ്രത്യാശയുടെയും വിത്തുകൾ പാടി മനുഷ്യ സ്നേഹത്തിന്റെയും പരോപകാരത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും സാംസ്കാരിക സമന്വയങ്ങളുടെയും ദിശകളിലേക്ക് നാടിനെ നയിക്കുന്ന സർവപ്രതിഭ ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാകട്ടെ ഇത്തവണത്തെ നമ്മുടെ വോട്ട്. ജയ് ആര്യാടൻ ഷൗക്കത്ത്. ഭാരതത്തിൽ മധ്യകോടി നെറ്റിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം വാനിൽ ഉയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നാം മടുത്തു നീങ്ങണം.